അതുപോലെ ഈ പറയണ പോലെ സംഗീത ശ്രീനിവാസൻ്റെ മലയാളം, പക്ഷെ അവർ ഇംഗ്ലീഷിൽ അങ്ങനെ എഴുതിയിട്ടില്ല. പക്ഷെ ഒരു നല്ല പുസ്തകം അവർ ഇറക്കിയിട്ടുണ്ട്, ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട് അവർ പുസ്തകം. അപ്പാൻഡബൻ ആസിഡൊക്കെ എഴുതിയിട്ടുള്ള ശലഭം, എയറോപ്ലെയിൻ, ചിത്രശലഭം, എയറോപ്ലെയിൻ, പൂക്കളും ചിത്രശലഭം എയറോപ്ലെയിനാണെന്ന് തോന്നുന്നു. അതെനിക്ക് ഇഷ്ടമായിട്ടുള്ളൊരു പുസ്തകമായിരുന്നു സംഗീത ശ്രീനിവാസൻ്റെ. അതൊന്നാ വായിച്ചിട്ടുള്ളൂ. പിന്നെ വായിച്ചിട്ടുള്ള ഒരു ട്രാൻസ്ലേഷനാണ് അബാൻഡമൻ ഡേയ്സിൻ്റെ ഉപേക്ഷിക്കപ്പെട്ട ദിനങ്ങൾ എന്ന് പറഞ്ഞിട്ട്. കുറേ വർഷം മുമ്പ് ഇറങ്ങിയ സമയത്ത് വായിച്ചതാണ്. രാജലക്ഷ്മിനെ പണ്ടൊക്കെ വായിച്ചിട്ടുള്ള വിജയലക്ഷ്മിയുടെ കവിതകളൊക്കെ എനിക്ക് തോന്നുന്നു പ്രിന്റഡ് പുസ്തകത്തിനേറ്റവും കൂടുതൽ ഞാൻ ഈ ദീപനിഷാന്തിനെ ഞാൻ വായിച്ചിട്ടില്ല. കേർമീരയുടെ കഥകളൊക്കെ ഞാൻ കുറച്ച് വായിച്ചിട്ടുണ്ട്, ആരാച്ചാർ പോലുള്ള പുസ്തകം. ഇപ്പം ഞാൻ എൻ്റെ വായനയിലില്ല എന്ന് പറയാം. ഒരു മോശം റൈറ്ററായിട്ടൊന്നും അല്ല കേട്ടോ. അത് പറയണ പോലെ എൻ്റെ ഒരു ഇഷ്ടങ്ങളും സെലക്ഷനും നോക്കി പോകുമ്പോൾ അങ്ങനെ പെടാത്തതാണ്. പിന്നെ മിരനെ പറയുമ്പോൾ ഒരു പുസ്തകം ഓർമ്മ വരുന്നത്, ഇപ്പം ഞാൻ ലാസ്റ്റ് വായിച്ച ഒരു ഉഗ്രം പുസ്തകമുണ്ട്. ചെക്ക് നോവലിസ്റ്റാണ് പുള്ളിക്കാരൻ, പാവൽ കോഹൂട്ടിൻ്റെ ഹാങ് വുമൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോവൽ. വനിതാ ആരാച്ചാർ എന്നാണ് അത് മലയാളത്തിൽ പൂർണ്ണ പബ്ലിക്കേഷൻ ഇറക്കിയേക്കണേ. എനിക്ക് തോന്നുന്നു അത് നല്ല സാമ്യമുണ്ട് ആരാച്ചാരായിട്ട്. അത് കേർമിരയുടെ ആരാച്ചാർ ഇറങ്ങുന്നതിന് മുന്നേ ഇറങ്ങിയ പുസ്തകം. അതാ, ഒരുപാട് മുമ്പ് ഇറങ്ങിയ പുസ്തകമാണ് അത്. ഈ പറയുന്ന പോലെ ഒരു വനിതാ ആരാച്ചാരെ വാർത്തെടുക്കണ കുറച്ച് ആളുകൾ, ഒരു സ്കൂളിൽ അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറച്ച് കണ്ടൻറ്റൊക്കെയാണ്. കുറച്ച് വലിയ പുസ്തകമാണ്. നല്ല സാമ്യമുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ വായനയിൽ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയതാണ്. അത് ഇനിയിപ്പോൾ വിവാദമാവും എന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു പുസ്തകം, അത് നല്ല പുസ്തകമാണ് കേട്ടോ. അത് നമ്മുടെ ആരാച്ചാർ പോലെയല്ല, അത് ഉഗ്രം പുസ്തകമാണ്, വായിക്കപ്പെടേണ്ട ഒരു പുസ്തകമാണ്. ഒരുപാട് ആൾക്കാർക്ക് ഞാൻ സജസ്റ്റ് ചെയ്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് ആ പുസ്തകം. അപ്പോൾ പുസ്തകം സെല്ല് ചെയ്യുന്നതിന് ഇപ്പോൾ എന്തായാലും ഒരു സ്ഥാപനമാകുമ്പോൾ ഒരു പേരുണ്ടാവും. അപ്പോൾ പ്രതീഷിൻ്റെ സ്ഥാപനത്തിൻ്റെ പേരെന്താണ്? ബുക്ക് മാനിയ എന്നാണ് ഞാൻ ഇട്ടേക്കണേ. എനിക്കൊരു മാനിയൊക്കെ ആണ് ആക്ച്വലി പുസ്തകത്തിനോട്. അത് ഈ പറഞ്ഞ പോലെ കുറേ നാളായിട്ടുണ്ട്. അപ്പോൾ തന്നെ അങ്ങനെ ഒരു പേരിട്ട് തുടങ്ങി എന്നേ ഉള്ളൂ. ബുക്ക് മാനിയ എന്നാണ് പേര്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ സപ്പോസ് ഇത് കാണുന്ന ആൾക്കാർക്ക് പ്രതീഷിൻ്റെയോട് പുസ്തകങ്ങൾ ഡിമാൻഡ് ചെയ്യണമെങ്കിൽ ഏത് നമ്പറിൽ കോൺടാക്ട് ചെയ്താലാണ്? എൻ്റെ ഒരു നമ്പർ തന്നെയേ ഉള്ളൂ. നമ്പർ ഞാൻ പറയാം, 9847143435. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും പുസ്തകങ്ങൾ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഈ അടിച്ചമർത്തപ്പെട്ട ജനതയോട് റൂസോ പറഞ്ഞിട്ടുള്ളത് ഈ പ്രകാരമാണ്: പട്ടിണി അനുഭവിക്കുന്നവരെ പുസ്തകങ്ങൾ കയ്യിലെടുക്കൂ എന്നാണ്. കാരണം വിശപ്പ് പലതരത്തിലുണ്ട്. നമ്മുടെ വയറിൻ്റെ വിശപ്പ് മാത്രമല്ല, നമ്മുടെ ആത്മാവിൻ്റെ വിശപ്പുണ്ട്. അപ്പോൾ ആത്മാവിൻ്റെ വിശപ്പ് അകറ്റാൻ തീർച്ചയായിട്ടും പുസ്തകങ്ങൾ നല്ലൊരു കൂട്ടുകാരാണ്. അപ്പം പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന പ്രതീഷിൻ്റെ ഭാവിയിൽ, പ്രതീഷിൻ്റെ ആരോഗ്യത്തിനും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.